ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതേ സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വലിയ ടേബിൾ സ്പൂണോളം കോൺഫ്ലോറില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഹാഫ് കപ്പിൽ 3/4 കപ്പോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അത് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നല്ല കട്ട പോലെ കുറുക്കിയെടുക്കണ്ട, ഒന്നങ്ങ് കുറുകി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതെ എൻ്റെത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഒരു ഹാഫ് ടിന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതെ ഞാനിത് നമ്മുടെ വിപ്പിംഗ് ക്രീമില്ലേ അത് ബീറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ കേക്കിനൊക്കെ നമ്മൾ സെറ്റാക്കില്ലേ അതേപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടും ഞാൻ എൻ്റെത് ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആയിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ ബാക്കിയുള്ള ഹാഫ് ടിന്നോളം മിൽക്ക് മെയ്ഡ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങാണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുറുക്കി വെച്ചില്ലേ അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു ബൗളെടുത്ത് അതിലോട്ട് നമ്മുടെ കേക്കില്ലേ അതൊന്നങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ കേക്കൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ കേക്കൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, നല്ലപോലെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നമ്മുടെ കോൺഫ്ലോറും മിൽക്കും കൂടിയിട്ട് അതൊന്നങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾഭാഗം അങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ നമ്മുടെ ഫോർക്ക് എടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നല്ലപോലെ സെറ്റായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടതേ കാഷ്യൂം ബദാമും കൂടി പൊടിച്ചതാട്ടോ. ഞാൻ നല്ലപോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇടാട്ടോ. ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കാഷ്യൂം ബദാമും. എന്നിട്ട് ഞാൻ അത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്നങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ബൗളിൻ്റെ ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കടിക്കാൻ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബദാമും കാഷ്യൂം കൂടി പൊടിച്ചതെടുത്തിട്ടുണ്ട്. അതൊന്ന് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേളിലോട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിട്ടില്ലേ അത് ഞാൻ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സിഗ്സാഗ് ബാഗിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതാ കുറച്ചും കൂടി എളുപ്പം. അത് സാധാ കവർ നമ്മുടെ കിറ്റില്ലേ അതിലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലൊരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം അതിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സിസേഴ്സ് ആയിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ശരിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്നങ്ങ് സെറ്റാക്കി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഞാനിപ്പോൾ സിക്സാക് ബാഗ് ഉള്ളതുകൊണ്ട് അത് എടുത്തിട്ട് ചെയ്തെന്ന് മാത്രം. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ല. ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് അതൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഞാൻ നമ്മുടെ കേക്കിൻ്റെ സ്ലൈസില്ലേ അത് വെച്ച് കൊടുത്തിട്ട് ആ ലെയർ ഒന്നങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ആ കേക്ക് ഞാനൊന്ന് ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്നങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫില്ലിംഗ് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കേക്ക് ഞാൻ ഫുള്ളെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഫോർക്ക് എടുത്തിട്ട് ഫുള്ള് നല്ലപോലെ ഒന്നങ്ങ് കുത്തി കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിംഗ് കണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നല്ലപോലെ സോക്കാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഫോർക്ക് വെച്ചിട്ട് ഒന്നങ്ങ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. പ്രസ് ചെയ്യില്ല, നല്ലപോലെ കുത്തി കൊടുക്കും. അപ്പോഴതിൻ്റെ മിൽക്കൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ നമ്മുടെ സിറപ്പ് കയറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് സോക്ക് ചെയ്ത് കിടക്കുന്ന പോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാൻ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്നങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ കേക്കിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ കയറാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്നങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ലെയർ ചെയ്തിട്ടുള്ളപ്പോൾ വിപ്പിംഗ് ക്രീം ഫസ്റ്റ് നമ്മുടെ കേക്ക്, പിന്നെ സിറപ്പ്, വിപ്പിംഗ് ക്രീം,
നട്ട്സ്, പിന്നെ കേക്ക്, പിന്നെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ വീണ്ടും നട്ട്സ് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഇടുക. അപ്പം ലെയറിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലപോലെ ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ഷേപ്പ്സ് ചെയ്യണ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് പിസ്താഷ്യോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക വീഡിയോ. അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ.